ഇസ്രായേൽ ഇറാൻ യുദ്ധം ആരംഭിച്ചിട്ട് രണ്ടാഴ്ച കാലമായി. അമേരിക്ക കൂടി യുദ്ധത്തിൻ്റെ ഭാഗമായതോടെ മധ്യേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഈ സംഘർഷത്തിൻ്റെ കാരണക്കാരിൽ ഒരാൾ അമേരിക്കൻ പ്രസിഡന്റാണ്. ആണവ ആയുധ കരാറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിച്ചു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ പിന്തുണ നൽകുക മാത്രമല്ല, നിർണായകമായ ഘട്ടത്തിൽ ആക്രമണത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. അതിനൊടുവിൽ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നാണ്. അതെന്തായാലും ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇസ്രായേലാണ്. ജൂൺ 13-ാം തീയതി അർദ്ധരാത്രിയിൽ ഇറാനിലെ 100-ലധികം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ മിസൈൽ വർഷിച്ചു. കനത്ത ആൾനാശം സംഭവിച്ചു. ഇറാന്റെ സൈനിക തലവന്മാർ പലരും കൊല്ലപ്പെട്ടു. ആണവ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരുന്ന പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. 13-ാം തീയതി ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടുവെങ്കിലും അത് പൊടുന്നനവേ സംഭവിച്ചു എന്ന് കരുതാനാവുകയില്ല. ഈ സംഘർഷത്തിൻ്റെ കാരണങ്ങൾ രാഷ്ട്രീയപരവും സൈനിക സംബന്ധവും ഭൂമിശാസ്ത്രപരവുമാണ്. ഇറാൻ ആണവ ആയുധ കരാറിൽ നിന്ന് പിന്മാറിയെന്ന് ജൂൺ മാസം 12-ാം തീയതി അന്താരാഷ്ട്ര ആണവോർജ സമിതി വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 13-ാം തീയതി ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ആണവ ആയുധ നിർമ്മാണത്തിനാവശ്യമായ യുറേനിയം സംശുദ്ധീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇറാൻ എന്ന് ഇസ്രായേൽ തിരിച്ചറിയുകയും അവർ ആയുധങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെ ആക്രമിക്കുവാൻ ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും താൽപ്പര്യപ്പെട്ടത്. ആണവ കരാർ അനുസരിച്ച് ആണവോർജം സമാധാനപരമായ കാര്യങ്ങൾക്കും വികസന ആവശ്യങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് രാജ്യങ്ങൾക്ക് എത്താനാവുകയില്ല. എന്നാൽ ഈ ധാരണയെയാണ് ഇറാൻ ലംഘിച്ചത്. ആണവായുധം ഏതു രാജ്യത്തിൻ്റെ പക്കലുണ്ടായാലും അത് ലോകസമാധാനത്തിന് ഭീഷണിയാണ്. എന്നാൽ ഈ ഭീഷണി എത്രത്തോളമെന്ന് നിശ്ചയിക്കുന്നത് ആരുടെ പക്കലാണ് ഇതുള്ളത് എന്ന് പരിശോധിച്ചാണ്. സ്ഥിരതയുള്ള സിവിലിയൻ സർക്കാരുകൾ, അതായത് ജനാധിപത്യ ഭരണകൂടങ്ങൾ ഉള്ളിടത്ത് ഈ ആയുധങ്ങൾ ഉണ്ടെങ്കിലും പേടിക്കേണ്ടതില്ല എന്നാണ് പൊതുവെ ധാരണ. എന്നാൽ സ്ഥിരതയില്ലാത്ത പട്ടാള ഭരണമൊക്കെ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ ഉണ്ടായാൽ അവർ വിവേകമില്ലാതെ അത് പ്രയോഗിച്ചേക്കുമെന്നുള്ള ഭയം അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. ഏകാധിപതികളുടെ കയ്യിലാണ് ഈ ആയുധമുള്ളതെങ്കിൽ അവരെ കൂടുതൽ പേടിക്കണമെന്ന് ജനങ്ങൾ കരുതുന്നു. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് മതഭ്രാന്തന്മാരായ നേതാക്കന്മാർ രാജ്യം ഭരിക്കുമ്പോഴാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഏതാണ്ട് 2000 കിലോമീറ്റർ അകലമുണ്ട്. എങ്കിലും തങ്ങൾ നിരന്തരമായ ഭീഷണിയിലാണ് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. കാരണം ഹമാസിനെ പോലെയുള്ള ഭീകര സംഘടനകളെ ഇറാൻ പിന്തുണയ്ക്കുന്നുവെന്നാണ് അവർ വിശ്വസിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ കറുത്ത ദിനമാണ്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1200-ലധികം പേരെയാണ് വധിച്ചത്. 100 കണക്കിന് ആൾക്കാരെ അവർ ബന്ദികളായി കൊണ്ടുപോവുകയും ചെയ്തു. ഏത് സാഹസത്തിനും ഇസ്രായേൽ ഇറങ്ങി പുറപ്പെടാനുള്ള പ്രധാന കാരണം അവരുടെ പോരാട്ട വീര്യം തന്നെയാണ്. അമേരിക്ക അവരെ പിന്തുണയ്ക്കുമെന്നും അവർക്കറിയാം. മാത്രവുമല്ല, യുദ്ധതന്ത്രങ്ങളിൽ അവരെ വെല്ലാൻ മറ്റാരുമില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു പരമാധികാര റിപ്പബ്ലിക്കനെ ആക്രമിക്കാൻ മറ്റൊരു രാജ്യത്തിന് അധികാരമുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഭീകര സംഘടനകളുടെ ആക്രമണമുണ്ടായാൽ അവരെയല്ലേ ആക്രമിക്കേണ്ടത്? രാജ്യത്തെയാണോ
എന്നതാണ് ചോദ്യം. ഈ രാജ്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്താൽ ഇസ്രായേലിൻ്റെ 9 ഇരട്ടി വലിപ്പമുണ്ട് ഇറാന്. ഇസ്രായേലിലെ 1 കോടി ജനങ്ങളാണ് ഉള്ളത്. ഇറാനിലാകട്ടെ 9 കോടിയോളം ജനങ്ങളുണ്ട്. ഏത് ആക്രമണത്തെയും പ്രത്യാക്രമണത്തെയും പ്രതിരോധിക്കാൻ തങ്ങളുടെ അയൺ ഡോമിന് കഴിയുമെന്നുള്ള ഇസ്രായേലിൻ്റെ ചിന്ത ഇറാന് 100 കണക്കിന് മിസൈലുകൾ ഒരുമിച്ചയച്ച് തകർത്തിരിക്കുകയാണ്. യുദ്ധം ആര് നടത്തിയാലും എന്ത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയാലും അതിൽ തന്നെ അത് കുറ്റകരമാണ്. മനുഷ്യൻ പതിറ്റാണ്ടുകളിലൂടെ വളർത്തിയെടുത്ത ഭദ്രതകളാണ് യുദ്ധം നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. കൂടിയാലോചനകൾ കൊണ്ട് പരിഹാരം കണ്ടെത്താൻ മനുഷ്യൻ പരാജയപ്പെടുന്നിടത്താണ് ആയുധങ്ങൾ എടുക്കേണ്ടി വരുന്നത്. ലോകം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. യുദ്ധം ആരംഭിക്കാൻ എളുപ്പമാണ്, അവസാനിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു.